എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുതേ. പല ശ്രോതാക്കളുടെയും ആവശ്യപ്രകാരം ശ്രീധരം ചാനലിന് പുതിയതായി ഒരു അസ്ട്രോളജിയുടെ ബേസിക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അസ്ട്രോളജി എന്ന് പറയുന്ന ജ്യോതിഷം എന്ന് പറയുന്ന മഹാസാഗരത്തിലെ ഒരു ചെറിയ വിദ്യാർത്ഥി മാത്രമാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ആഗ്രഹപ്രകാരം ബേസിക് ലെവൽ മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആരംഭിക്കട്ടെ. ആദ്യമായി ജ്യോതിഷത്തിൽ 9 ഗ്രഹങ്ങളും 12 രാശികളുമാണുള്ളത്. നമുക്കറിയാം 9 ഗ്രഹങ്ങളെപ്പറ്റി അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, രാഹുകേതുക്കൾ, ശനി എന്നിങ്ങനെ 9 ഗ്രഹങ്ങളുണ്ട്. അതുപോലെ 12 ഭാവങ്ങളുണ്ട്, മേടം മുതൽ മീനം വരെ. നമുക്ക് ഈ 108 എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഒരു മാലകളിലൊക്കെ നാമം ജപിക്കുന്ന മാലയിലൊക്കെ 108 മുത്തുകളുള്ളതൊക്കെ ഈ 108 എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് വന്നിട്ട് ഈ 12x9 എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ 9 ഗ്രഹങ്ങൾ എന്നാൽ 9 നമുക്ക് ഈ ഗ്രഹങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ അന്തരീക്ഷത്തിൽ കാണുന്ന ഓരോ ഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷത്തിൽ അങ്ങനെ അല്ല അത് ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷത്തിലെ 9 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 9 മിററായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി. 9 കളറുള്ള മിററുകൾ ഒരു സങ്കല്പമാണ് കേട്ടോ. ഞാൻ മിറർ മാതിരി അല്ലാതിരിക്കുന്നത്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും വരുന്ന എനർജിയെ പ്രതിഫലിപ്പിക്കും. അതാണിത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാൻ വ്യാഴത്തിനെ പറ്റി തന്നെ എടുക്കാമെന്ന് വെച്ചോ. വ്യാഴം എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറ് ഒരു കണ്ണാടിയാണെന്ന് ചോദിച്ചോളാം. അപ്പം അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് വെച്ചോ. ഈ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമല്ല, അത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസാണ്. അതിൻ്റെ ഒരു കൂട്ടമാണ്. അതെങ്ങനെ നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുതിരയുടെ മുഖത്തിലുള്ള ഏകദേശം കുറച്ച് എത്ര നക്ഷത്രങ്ങളാണെന്ന് ഇവർ കൗണ്ടബിൾ അല്ല കേട്ടോ. അത്രയും എണ്ണി തീർത്തിട്ടില്ല. അത്രയും നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ അശ്വതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ എനർജി ഗുരുവിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഗുരുവിൽ നിന്ന് റിഫ്ലക്റ്റായി നമ്മളിലേക്ക് വരും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രമാണോ ആ സമയത്ത് നമുക്ക് ഉദിച്ചിരിക്കുന്നത്, ആ ഉദിക്കുന്ന നക്ഷത്രത്തിനെയാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നതൊക്കെ പറയില്ല അവിടെ, അതാണ് ഉദയരാശി എന്നൊക്കെ പറയുന്നത്. ആ സമയം ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നു, ആ രാശി, അതാണ് നമ്മൾ രാശിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് യൂണിവേഴ്സിലുള്ള, അതായത് നമ്മുടെ ഈ നമ്മളെ ദൈവം എന്നൊക്കെ പറയുന്ന ആ എനർജി ഇല്ലേ, ആ വലിയ എനർജിയിൽ നിന്ന് സൂര്യനാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ ചെറിയ എനർജി. സൂര്യൻ എന്ന് പറയുന്ന നമ്മൾ പണ്ട് കാലത്ത് സൂര്യനെ നമ്മൾ ദൈവമായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള മതങ്ങളുണ്ടായിരുന്നു പണ്ട്. ഈ ഒരു മതമുള്ളപ്പോൾ അതിൽ സൂര്യൻ്റെ മതം, ശൈവമതം, വൈഷ്ണവ മതം, കൗമാരം എന്നൊക്കെയുള്ള മതങ്ങളുണ്ടായിരുന്നു. മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സങ്കല്പങ്ങളുണ്ടായിരുന്നു. ചില സൂര്യനെയായിരുന്നു അന്ന് ദൈവമായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും വേണ്ടില്ല, ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഈ എനർജിയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഓരോ കാര്യങ്ങൾക്ക് കാരണമാകുന്നത്. കാരണം എന്താ, നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള, അതായത് ഈ ലോകത്തുള്ള എല്ലാ ജീവനുള്ള സാധനമായാലും ശരി, ജീവനില്ലാത്ത സാധനമായാലും ശരി, എല്ലാം വന്ന ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഈ ആറ്റംസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളതും നക്ഷത്രത്തിലുള്ളതും ആ കാണുന്ന മരത്തിലുള്ളതും എല്ലാം. അപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന എനർജി ഈ പർട്ടിക്കുലർ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തത് ഗുരുവിൽ കൂടി റിഫ്ലക്റ്റായി നമ്മുടെ ശരീരത്തേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ ജനിക്കുന്ന സമയത്ത് എവിടെയാണോ ഈ പൊസിഷൻസ്, അതായത് നമ്മളിപ്പോൾ അറിയാം ഓരോ കണ്ണാടി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗിളൊക്കെ മാറില്ല. അതുപോലെ
ശരിയായിട്ടുള്ള സ്ഥാനത്താണ് ആ കണ്ണാടിയും ആ നക്ഷത്രക്കൂട്ടങ്ങളും നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എനർജി കിട്ടും. ഒരു പക്ഷേ ഇച്ചിരി മറിഞ്ഞ് ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താകും, അതിൻ്റേതായിട്ടുള്ള എനർജി നമുക്ക് കുറയും. അപ്പോൾ ഈ എനർജി നമ്മുടെ ശരീരത്തേക്ക് വരുന്ന എനർജിയുടെ ബലഹീനതയാണ് നമ്മൾ ഗുരുവിൻ്റെ ബലഹീനത. അപ്പോൾ ഗുരുവിനെ ഉദ്ദേശിക്കുന്നുണ്ട് ഗുരുവിൻ്റെ ബലഹീനത എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും കിട്ടിയാൽ പറഞ്ഞാൽ ഗുരു സ്ട്രോങ് ആണെന്ന് എന്ന് പറയും, ഉച്ചത്തിലാണെന്ന് പറയും. ഇതാണ് കൺസെപ്റ്റ് കേട്ടോ. ഇതാണ് ആസ്ട്രോളജിയുടെ കൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 9 ഗ്രഹങ്ങൾ തലയ്ക്ക് മേലെ കൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, അങ്ങനെയൊന്നും അല്ല. ഈ എനർജിയുടെ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഗുരുവിൻ്റെ ദോഷം തന്നെ നമുക്ക് എടുക്കാം. ഗുരുവിൻ്റെ ദോഷമുള്ള ഒരു വ്യക്തിക്ക് വന്നിട്ട് ആ എനർജി കുറവായിരിക്കും. ആ അബ്സോർപ്ഷൻ കപ്പാസിറ്റി, നമ്മുടെ ശരീരത്തിലുള്ള ആ ഗുരുവിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ എന്താകും? ഗുരുവിൻ്റേതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഒന്ന് കുറവാണെങ്കിൽ അത് വാങ്ങിച്ച് അല്ലേ നിറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുമ്പം വിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ വെച്ചിരിക്കുന്ന എനർജി, അവിടെ ആ ഗ്രഹത്തിൽ ആ ഭഗവാനിലെ ഒരു മന്ത്രം നമ്മൾ ജപിച്ചാണ് അവിടെ ചെയ്തിരുന്നത്. മന്ത്രം ജപിക്കുന്നുണ്ട്, അവിടെ അതിനുള്ള പിന്നെ എന്താ പറയുന്നത് തകിടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എനർജി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് വന്നിട്ട് ആ ഗ്രഹത്തിൻ്റെ എന്ത് നമുക്ക് വീക്കായിരിക്കുന്നോ ആ വീക്കായിട്ടുള്ളത് നമ്മൾ നിറച്ചിട്ട് വരിക. നിറയ്ക്കാൻ പോവുകയാണ് നമ്മൾ ശരിക്കും അമ്പലത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ വന്നിട്ട് സംസാരിക്കുകയല്ല വേണ്ടേ, ഭഗവാനെ കാണുക. ഭഗവാനെ കാണണമെന്ന് പറഞ്ഞാൽ ആ എനർജി സോഴ്സിൽ നിന്ന് നമ്മൾ എനർജി വാങ്ങിച്ചിട്ട് വരണം. അവിടെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. അവിടെ പോയി ഓടിപ്പോയി വന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു 3/4 മണിക്കൂർ 40 മിനിറ്റെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഉള്ളിൽ ഇരുന്ന് അവിടുത്തെ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ഇതൊക്കെ ഒരു എനർജികളുടെ ഒരു എന്താ പറയുന്നത് എല്ലാം കൂടെ ശേഖരിച്ച് ഒരു സ്റ്റോറേജാണ് അമ്പലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൽ ആരാണുള്ളത്? അവിടെ നമുക്ക് ശനിയുടെ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്കവിടെ ചെല്ലുമ്പം എന്തെങ്കിലും തരത്തിലുള്ള ശനി ബലഹീനത, ഇപ്പോൾ ശനി ദോഷം എന്ന് പറയുന്നത് എന്താണ്? ശനി ദോഷം എന്ന് പറയുന്നത് ശനിയുടെ എനർജി നമുക്കത് ദൂരെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലാനറ്റാണ് ശനി എന്ന് പറയുന്നത്. അതിൻ്റെ എനർജി നമുക്ക് ശരീരത്തിൽ വരാൻ പൊതുവെ വീക്കാണ്. അത് നമുക്ക് വീണ്ടും വീക്കായാൽ എന്തായിരിക്കും? നമുക്ക് ആ ശനിയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആ എനർജി നമ്മൾ അബ്സോർബ് ചെയ്താൽ മാത്രമേ നമുക്ക് വന്നിട്ട് ആ ദോഷം, നമ്മൾ ദോഷമെന്ന് കണക്കാക്കുന്ന ആ എനർജിയുടെ ആ വീക്ക്നെസ്സിനെയാണ് അത് ശരിയാകുള്ളൂ. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടത്. അതാണ് അസ്ട്രോളജി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ 12 ഭാവങ്ങളെന്ന് പറഞ്ഞില്ലേ, ഈ 12 ഭാവങ്ങൾ എന്താണ്? 12 ഭാവം മേടം മുതൽ നമുക്ക് നോക്കാം. മേടം മുതൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അതായത് ഇത് വന്നിട്ട് നമുക്ക് ഈ അസ്ട്രോളജിയിൽ 2 കൺസെപ്റ്റാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് കാലപുരുഷൻ എന്ന് പറയും. കാലപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമല്ല, യഥാർത്ഥമായിട്ട് എന്താണുള്ളത്, മനസ്സിലായോ? യഥാർത്ഥമായിട്ട്, അതായത് മേടവത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്, മീനത്തിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ മേടത്തിൽ തുടങ്ങി മീനത്തിൽ വരുന്ന അതിൽ ചില ഉച്ചസ്ഥിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെയാണ്, അതായത് വാസ്തുപുരുഷൻ നമ്മൾ വേറെ സങ്കല്പം ഉണ്ടാകും അദ്ദേഹത്തിന് തന്നെ. അദ്ദേഹത്തിൻ്റെ കാലിരിക്കുന്ന ഭാഗമാണ് മീനം. അവിടെയാണ് മഹാലക്ഷ്മി ഇരിക്കുന്നത്. കാലിലല്ലേ, അല്ലേ, വിഷ്ണുവിൻ്റെ കാലിലാണ് മഹാവിഷ്ണു ഇരിക്കുന്നത്, മഹാലക്ഷ്മി ഇരിക്കുന്നത്. മഹാലക്ഷ്മിയുടെ, അതായത് ശുക്രൻ്റെ ഉച്ച അവസ്ഥ മീനത്തിലാണ്. നമ്മുടെ ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ ശുക്രൻ ഉച്ചത്തിൽ. ഇത് കാരണം എന്താ? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതുകൊണ്ടാണ് പറയുന്നത് മഹാവിഷ്ണു എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ കാലിലാണ് ശുക്രൻ ഇരിക്കുന്നത്, അതായത് മഹാലക്ഷ്മി ഇരിക്കുന്നതെന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ലെവലായതുകൊണ്ട് നമ്മളത് വളരെ കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെ ഓരോ ഗ്രഹത്തിനും ഉച്ചസ്ഥിതിയുണ്ട്, പിന്നെ അത് മറഞ്ഞിരിക്കുന്ന സ്ഥിതിയുണ്ട്, അതായത് നീചസ്ഥിതിയുണ്ട്, പിന്നെ നമ്മുടെ ജാതകത്തിൽ ബാധകനുണ്ട്, മാരകനുണ്ട്, പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഗ്രഹങ്ങളെപ്പറ്റി, ഓരോ ഗ്രഹങ്ങളെപ്പറ്റി പറയുന്നതിനേക്കാളുപരി ഓരോ ഗ്രഹങ്ങൾ എന്താ, അതായത് ഇപ്പം സൂര്യനിൽ നമുക്ക് തുടങ്ങാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതൃകാരകനാണ്. പിതൃകാരകൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ ജീവൻ, ജീവൻ എന്ന് പറയുന്നത് സൂര്യനാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ സൂര്യൻ്റെ എനർജി നമുക്ക് നല്ല ഭാവത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിലൊക്കെ ഉദാഹരണത്തിന് മേടരാശിക്കാർക്കൊക്കെ സൂര്യൻ വന്നിട്ട് ഉച്ചത്തിലിരിക്കും. അപ്പം ഈ ഉച്ചത്തിലിരിക്കുന്ന സൂര്യനുള്ളവർക്ക് എല്ലാം വളരെ എനർജറ്റിക് ആയിരിക്കും. അവരെപ്പോഴും നോക്കിയാൽ നമുക്കറിയാം, പൊതുവേ അവർ വന്നിട്ട് വളരെ എനർജറ്റിക് ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മേടത്തിൽ നമ്മൾ കുതിരയിലൊക്കെ പറത്തില്ലേ, കുതിരയുടെ തലേന്നൊക്കെ പറത്തില്ലേ, അതിൻ്റെ ചിഹ്നം നോക്കുമ്പോൾ കുതിരയുടെ തല എന്താ എന്താ അത് അവർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഒരു കുതിരയെ സംബന്ധിച്ചോളം അത് എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഇത് തന്നെയാണ് മേടത്തിൽ സൂര്യൻ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥിതി. ശരീരം വളരെ ഉഷ്ണമായിരിക്കും. കാരണം അത് എന്താ, ചൂട് കൂടുതലായി. കാരണം സൂര്യൻ്റെ എനർജി എപ്പോഴും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താവും, അവർ പൊതുവേ ഉഷ്ണ ശരീരമുള്ളവരായിരിക്കും. ഇങ്ങനെ ആ ഭാവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആ ഭാവത്തിലെ ഉച്ചസ്ഥിതിയിലുള്ള ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ആ ഭാവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ മേടത്തിലെ ഗ്രഹാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൊവ്വ എന്ന് പറഞ്ഞാൽ അതും ഒരു സേനാധിപതിയാണ് ചൊവ്വ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മേടൻ രാശിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മേട ലഗ്നത്തിലുള്ള ഒരു വ്യക്തിക്ക് പൊതുവെ ഇപ്പം സൂര്യൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവരെങ്ങനെയായിരിക്കും ഉള്ളത്? വളരെ എനർജറ്റിക്കായിട്ട്, വളരെ എത്ര വയസ്സായാലും അവർ ആ യങ്സ്റ്റേഴ്സ് മാതിരി ഇരിക്കും. അതുപോലെ തന്നെ അവർ വന്നിട്ട് വളരെ എന്താ പറയുന്നത്, നയിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. വളരെ പിന്നെ ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ വളരെ, കാരണം ചൊവ്വ എന്ന് പറഞ്ഞാൽ സേനാധിപതിയാണ്. അതുപോലെ സൂര്യൻ്റെ ഒരു എഫക്റ്റും, സൂര്യൻ അവിടെ ഉച്ചത്തിലുണ്ടെങ്കിൽ അവിടെ എന്താകും, സൂര്യൻ്റെ ഒരു എഫക്റ്റും. അപ്പോൾ മാനേജ്മെൻറ്റും നടക്കും. അതുപോലെ സേനാധിപതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കങ്ങനെ ഓരോ ഭാവത്തിനെയും നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അത് അടുത്ത വീഡിയോകളിൽ ഞാൻ ഓരോ ഭാവത്തിൻ്റെയും യഥാർത്ഥമായിട്ടുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. താങ്ക് യു. എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.